ഒരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ. ഓൾറെഡി ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, മല്ലിയില, തക്കാളി കുരുക്കുര അരിഞ്ഞത്, ചെറിയ ഉള്ളി ചതച്ചത്. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ചെറിയ ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വാടിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം അതും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റണം. അതൊന്ന് ശരിക്കൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അതൊന്നിട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. അതൊന്ന് ഒരുവിധം റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണെങ്കിൽ നമുക്ക് നിർത്താം. അതല്ല ഒന്നും കൂടി വരണ്ട് വരണമെങ്കിൽ ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു പരുവത്തിലായതുകൊണ്ട് നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് സെർവ് ചെയ്യാം.